ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ഡ്രാമയുടെ പേര് ക്വീൻ ഓഫ് ടീയേഴ്സ് എന്നാണ്. ഈ ഡ്രാമയുടെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നായകൻ ഒരു പാവപ്പെട്ട വീട്ടിലുള്ള ആളാണ്. നായികയാണെങ്കിൽ നല്ല പണക്കാരിയാണ്. പക്ഷേ നായകൻ അവളെ പ്രണയിക്കുമ്പോൾ അറിയില്ല അവളൊരു പണക്കാരിയാണെന്ന്. പിന്നെ അവർ രണ്ടുപേരും കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ ഡ്രാമയിൽ ഇപ്പോൾ അവർ ഡിവോഴ്സ് വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ അവർ ഡിവോഴ്സ് വരെ എത്താൻ എന്ത് കാരണമാണ് ഉണ്ടായെന്ന് നമുക്ക് ഡ്രാമയിലൂടെ കണ്ടു നോക്കാം. ഡ്രാമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത് അവരുടെ രണ്ടുപേരുടെയും കല്യാണമാണ്. അപ്പം നമ്മുടെ നായകൻ്റെ പേര് യൂൻവോ എന്നാണ്, അതുപോലെ നായികയുടെ പേര് ഹാങ് എന്നുമാണ്. ഇവിടെ പിന്നെ കാണിക്കുന്നത് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെയാണ് അവരുടെ കല്യാണത്തിന് ശേഷമുള്ള നല്ല നിമിഷങ്ങളുടെ. അത് കഴിഞ്ഞിട്ട് 3 വർഷത്തിന് ശേഷമാണ് കാണിക്കുന്നത്. അപ്പോൾ യൂൻവോ ആണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ്. അതിൽ യൂൻവോ പറയുകയാണ്, ഞാൻ 3 വർഷം പോയതേ അറിഞ്ഞില്ല, ഞാൻ ഇന്നലെ ഹാങ്ങിനെ കല്യാണം കഴിച്ചതുപോലെയാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നതെന്ന്. ഈ കഥയിലെ നായിക ക്വീൻ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ CEO ആണ്. അപ്പോൾ ഇവളും ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, എല്ലാവരും പറയുന്നത് എൻ്റെ സമ്പത്ത് മോഹിച്ചിട്ടാണ് യൂൻവോ എന്നെ കല്യാണം കഴിച്ചതെന്ന്. പക്ഷെ ഒരുപാട് പേരും എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്തതുകൊണ്ടാണ് അതങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ഫേസ് റിവീൽ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ ഇവരാരും റൂമേഴ്സ് പറയില്ലല്ലോ എന്ന്. അവിടെ യൂൻവുവിനോടാണെങ്കിൽ അവർ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് മറ്റുള്ള കപ്പിൾസിനെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ടോ എന്ന്. അപ്പം നമ്മുടെ യൂൻവു ആണെങ്കിൽ കുറേ കള്ളത്തരം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും അല്ല അവരെ ലൈഫിൽ നടക്കുന്നത്. അവർ കഴിക്കുമ്പോഴായാലും ഓഫീസിലേക്ക് പോകുമ്പോഴായാലും എല്ലാം ഒറ്റയ്ക്കാണ് പോകുന്നത്. അതുപോലെ ഇപ്പം ഒരുമിച്ച് നിന്ന് കഴിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഡൈനിങ് ടേബിളിൻ്റെ അങ്ങറ്റത്തും ഇങ്ങറ്റത്തും ഇരുന്നായിരിക്കും അവർ കഴിക്കുന്നത്. അത്രയ്ക്ക് ഡിസ്റ്റൻസ് ഇട്ടാണ് അവർ നിൽക്കുന്നത്. യൂൻവു ആ ഇൻ്റർവ്യൂ എടുക്കുന്നവർക്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ഭയങ്കര സ്നേഹത്തിലാണെന്നൊക്കെയാണ്. അപ്പം ഇവൻ പറയുന്ന കള്ളത്തരങ്ങൾ ഓർത്ത് അവൻ തന്നെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ഞാൻ എന്തൊക്കെയാണ് ഇവർക്ക് പറയുന്നതെന്ന്. അപ്പം ഈ സമയത്ത് അവിടെ ഹാങ്ങിൻ്റെ അടുത്താണെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് ഇഷ്ടത്തിലായെന്ന്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അവൾ അബ്രോഡ് പോയി പഠിച്ചിട്ട് അവളെ കമ്പനിയിൽ വന്ന് ഒരു ഇന്ത്യൻ ആയിട്ട് ജോലിക്ക് നിന്നായിരുന്നു. അവിടെയുള്ള ഒരു സ്റ്റാഫിനെ അറിയില്ല ഇവൾ ഓണറിൻ്റെ മകളാണെന്ന്. ഇവളുടെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൾക്ക് ഒരു ജോലി നേരെ ചൊവ്വേ ചെയ്യാനറിയില്ല. അപ്പോൾ ഒരു ദിവസമാണെങ്കിൽ ഇവൾ പ്രിൻറ്റിംഗ് മെഷീനിൽ ചവിട്ടുന്നത് കണ്ടിട്ടാണെങ്കിൽ ഇവളെ വന്ന് സഹായിക്കുന്നുണ്ട് യൂൻവു. ഇത് പിന്നീട് ആവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയണേ, എനിക്കപ്പോൾ മനസ്സിലായി എന്നെ അവന് ഇഷ്ടമായത് കൊണ്ടാണ് അവനിങ്ങനെ വന്ന് എന്നെ സഹായിക്കുന്നതെന്ന്. അപ്പോൾ ഈ യൂൻവുവിനോട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ അവിടെയുള്ള ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയണേ, ഞാൻ അവളെ ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്കും അവൾ പ്രിൻറ്റിംഗ് മെഷീനിൽ ചവിട്ടായിരുന്നു. അപ്പോൾ എനിക്കായിരുന്നെങ്കിൽ പേടിയായിരുന്നു, കാരണം ആ പ്രിൻറ്റിംഗ് മെഷീന് വല്ലതും പറ്റുമോ എന്ന്. അങ്ങനെ ഞാൻ ഒരു ദിവസം അവൾക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ വെറുതെ സൂപ്പർവൈസറിൻ്റെ നിന്ന് വഴക്ക് വാങ്ങരുത്, നിന്നെപ്പറ്റി മറ്റുള്ളവർ ഇങ്ങനെ കുറേ കുറ്റമൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ട് നീ നല്ല കെയർഫുള്ളായിട്ട് ജോലി ചെയ്യണേ, നിന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, നീ എന്തിനാ എന്നെ പറ്റി ടെൻഷൻ അടിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറയാ. അവനൊന്നും പറയാതെ നിൽക്കുന്നത് കാണുമ്പോഴത്തേക്ക് അവൾ പറയും, എന്നെ ഇനി എന്തെങ്കിലും കാണുന്നതിൻ്റെ അന്ന് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ മതിയെന്ന്. പിന്നെ കാണിക്കുന്നത് ഹാങ് വീട്ടിലേക്ക് പോകാനായിട്ട് ഓഫീസിൻ്റെ അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് നല്ല മഴയായിരുന്നു. അപ്പോൾ അവിടേക്ക് യൂൻവു വരുന്നുണ്ട്. യൂൻവു വന്നിട്ട് അവൾക്ക് ചോദിക്കുന്നുണ്ട്, നിൻ്റെ കയ്യിൽ കുട ഇല്ലേ, നീ ഇത് വെച്ചോ എന്ന്. എന്നിട്ട് കുട കൊടുക്കുന്നുണ്ട് അവൾക്ക്. എന്നിട്ട് അവളോട് പറയുകയാണ്, ഞാൻ പഠിച്ചതൊക്കെ ഇവിടെയാണ്, പക്ഷേ എൻ്റെ വീട് ഒരു ഉൾഗ്രാമത്തിലാണ്. അതുപോലെ എൻ്റെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ ഞങ്ങൾ കുറേ മൃഗങ്ങളെ വളർത്തുന്നുണ്ട്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഇവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് ലീസിന് എടുത്തതെന്ന്. ഇവൻ പറയുന്നത് കേട്ടിട്ടാണെങ്കിൽ അവൾ ചിന്തിക്കുകയാണ്, ഇതൊക്കെ എന്തിനാ അവൻ എൻ്റെ അടുത്ത് പറയുന്നതെന്ന്. പിന്നെ അവനാണെങ്കിൽ അവൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വൈഫിന് ഒരു ജോലി വേണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ കുഴപ്പമില്ല, നിൻ്റെ ജോലി പോയാൽ ഞാൻ എന്തായാലും നിന്നെ നല്ലതുപോലെ നോക്കും എന്നൊക്കെ. അപ്പോൾ അവൾ പറയും, നീ ചുറ്റി ഇങ്ങനെ വളയ്ക്കാതെ എന്ത് കാര്യമായാലും തെളിച്ച് പറയാം. അപ്പോൾ യൂൻവു പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന്. അപ്പോൾ ഇത് കേട്ടാണെങ്കിൽ ഹാങ് ഒന്നും പറയാതെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ യൂൻവു അവിടെ ഇറങ്ങി പോകുന്നുണ്ട്. അവൻ പോകുന്നത് മഴ നനഞ്ഞാണ്, കാരണം ഇവക്ക് കൂടെ കൊടുത്തിട്ടല്ലേ അവൻ പോയത്. യൂൻവു ഇങ്ങനെയൊക്കെ കെയർ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്കും ഹാങ്ങിനും അവൻ്റെ അടുത്ത് ഇഷ്ടമാകുന്നുണ്ട്. ഇവരങ്ങനെ കുറച്ച് നാൾ പ്രേമിച്ചൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ദിവസം ഹാങ് അവൻ്റെ അടുത്ത് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ടുടനെയാണെങ്കിൽ യൂൻവു ആണെങ്കിൽ അവൻ്റെ ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് അവൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു. ഹാങ് വിളിച്ചാൽ ഇവൻ കോൾ എടുക്കത്തില്ല, അതുപോലെ തന്നെ മെസ്സേജ് അയച്ചാൽ അവന് റിപ്ലൈ പോലും ഇവൻ കൊടുക്കില്ല. അങ്ങനെ ഒരു ദിവസമാണെങ്കിൽ ഹാങ് അവനൊരു മെസ്സേജ് അയക്കുകയാണ്, നീ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരാൻ. അപ്പോഴത്തേക്കും യൂൻവു ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ഒരു ഹെലികോപ്റ്ററിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ അവൻ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴത്തേക്കും അവിടെ ഹാങ് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങിയാണ്. എന്നിട്ട് അവൾ ചോദിക്കുകയാണ് അവൻ്റെ അടുത്ത്, നിനക്ക് എന്നെ വേണ്ടേന്ന്. അപ്പോൾ അവനാണെങ്കിൽ ഇത് കേട്ട് കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം പെട്ടെന്ന് അവളുടെ അടുത്ത് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇവരുടെ പ്രണയം പൂർണ്ണമാകുന്നത്. അത് പിന്നെ കല്യാണം വരെ എത്തുന്നതും.
പിന്നെ യൂൻവുവിനെയാണ് കാണിക്കുന്നത്. യൂൻവു അപ്പോൾ അവരടുത്ത് പറയാണ്, അന്ന് അവൾ വരുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഏഞ്ചലിനെ പോലെയാണ് തോന്നിയത്. അപ്പോൾ അതിലൊരു റിപ്പോർട്ടർ ചോദിക്കും, അപ്പോൾ നിങ്ങളുടെ വൈഫിനെ ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട ഏഞ്ചലിനെ പോലെയല്ലേ തോന്നുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, അവൾ എനിക്ക് എപ്പോഴും ഏഞ്ചലിനെ പോലെ തന്നെ ആയിരിക്കുമെന്ന്. നമ്മുടെ ഹാങ് അവിടുത്തെ ക്വീൻ കമ്പനിയിലെ CEO അല്ലേ. യൂൻവു ആണെങ്കിൽ ആ കമ്പനിയിലെ തന്നെ ലോ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡാണ്. അടുത്ത സീനിൽ യൂൻവുവിൻ്റെ കൂടെ പണ്ട് ലോ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന അവൻ്റെ കൂട്ടുകാരെയാണ് കാണിക്കുന്നത്. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് യൂൻവുവിനെ പറ്റി തന്നെയാണ്. യൂൻവു അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ്റെ ഡിവോഴ്സിന് വേണ്ടിയുള്ള കേസ് ആരെങ്കിലും ഒന്ന് വാദിക്കുമെന്ന്. അപ്പോൾ അവരാണെങ്കിൽ അവിടെ തർക്കിക്കുകയാണ്, നീ വാദിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ അതിലൊരാൾ പറയുകയാണ്, അവൻ എന്താടാ ഇങ്ങനെ, ക്യൂൻ എന്ന് പറയുന്ന കമ്പനി തന്നെ കൊറിയയിലെ ഏറ്റവും വലിയ കമ്പനിയല്ലേ, അവിടുത്തെ മരുമകനാകാനായിട്ട് ഒരുപാട് പേര് സ്വപ്നം കണ്ട് നടക്കുന്നതാണെന്ന്. അതുപോലെ നമ്മളിൽ ആരെങ്കിലും ഒരാൾ അവന് വേണ്ടി വാദിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആ ക്വീൻ കമ്പനിക്കാർ എന്ത് ചെയ്യുമെന്ന് പോലും അറിയത്തില്ലെന്ന്. പിന്നെ കാണിക്കുന്നത് ഹാങ്ങിനെയാണ്. അവളാണെങ്കിൽ അവളുടെ സെക്രട്ടറിയുടെ കൂടെ ഓഫീസിലേക്ക് കയറി പോവുകയാണ്. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവക്കൊരു 1 ട്രില്യൺ ഏൺ ചെയ്യുന്ന കമ്പനിയാക്കി ഈ കമ്പനീനെ മാറ്റണം. എന്നിട്ട് അവൾ അവളുടെ സെക്രട്ടറിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് 1 ട്രില്യൺ ഏൺ ചെയ്യുന്ന ഒരു കമ്പനി ഇതാക്കിയാൽ നമുക്ക് വലിയ വലിയ കമ്പനികളോടൊക്കെ കൊളാബ് ചെയ്യാൻ ഒക്കെയുള്ളെന്ന്. അതുകൊണ്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു, ഏറ്റവും കൂടുതൽ ലോ ആയിട്ടുള്ള ഏണിങ്സ് തരുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം ഇവിടെ നിന്ന് ഒഴിവാക്കാമെന്ന്. അവൾ അവിടെ നിന്ന് പോയതിന് ശേഷം അവിടുത്തെ മറ്റുള്ള സ്റ്റാഫിനോട് ഇത് പറയുന്നുണ്ട്, കുറച്ച് ഏർണിങ്സ് മാത്രം തരുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനെയും ഇവിടെ നിന്ന് ഒഴിവാക്കണമെന്ന്. അപ്പോൾ അതിൽ ഒരാൾ പറയും, അതിനിവിടുത്തെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റ് സമ്മതിക്കില്ലെന്ന്. അപ്പോൾ അവൾ ചോദിക്കും, അങ്ങനെ ആരാണ് സമ്മതിക്കാതിരിക്കുന്നതെന്ന്. അപ്പോൾ അയാൾ പറയും, മറ്റാരുമല്ല യൂൻവു തന്നെയാണ് സമ്മതിക്കാതിരിക്കുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, നിങ്ങൾ പോയി പെട്ടെന്ന് തന്നെ അവനെ വിളിച്ചിട്ട് വരാം. അങ്ങനെ യൂൻവുവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനാണെങ്കിൽ ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അവൻ പറയും, ഞാൻ ഈ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വരാമെന്ന്. അപ്പോൾ അവർ പറയും, പറ്റത്തില്ല, മേഡം ഇപ്പോൾ ഒരുപാട് അപ്സെറ്റ് ആയിട്ടിരിക്കുകയാണ്, ഇപ്പം തന്നെ കാണണമെന്നാണ് പറഞ്ഞതെന്ന്. യൂൻവു അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ ഹാങ് അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഞാൻ പറയുന്ന ഒരു കാര്യം അനുസരിക്കാത്തത്? ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ ചെറിയ ചെറിയ ഡിപ്പാർട്ട്മെൻറ്റിനെല്ലാം ഇവിടെ നിന്ന് പിരിച്ചു വിടണമെന്ന്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ എതിർപ്പ് കാണിക്കുന്നതെന്ന്. അപ്പോൾ അവൻ പറയും, ഈ കുറച്ച് ഏർണിങ്സ് മാത്രം കിട്ടുന്ന എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അവർ അഡ്വർടൈസ്മെൻ്റ് ഒന്നും കൊടുക്കാറില്ല, അതുകൊണ്ടാണ്. അത് കമ്പനിയുടെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും തെറ്റുണ്ട് അതിനെന്ന്. അപ്പോൾ എന്നിട്ട് അവൻ പറയുന്നുണ്ട്, അതുമാത്രമല്ല അവർ ചിലപ്പോൾ നമ്മൾ പിരിച്ചു വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പുറത്തിറങ്ങിയതിന് ശേഷം കേസ് കൊടുക്കാനും സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഹാങ് പറയും, കേസ് കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ, അതിനിപ്പോൾ എന്ത്, കേസ് കൊടുത്താൽ വാദിക്കാനല്ലേ ഇവിടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിനെ വെച്ചേക്കുന്നത്, നിങ്ങളെ ജോലിയല്ലേ അത്, അപ്പോൾ നിങ്ങളങ്ങ് കേസ് വാദിച്ചാൽ മതിയെന്ന്. അതുകൊണ്ട് എൻ്റെ തീരുമാനം ഞാൻ മാറ്റില്ല, ഇത് തന്നെയായിരിക്കും എൻ്റെ തീരുമാനം എന്ന്. അവൾ പറയുന്നത് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും എന്തായാലും ഇനി അവൾ ഉറപ്പിച്ചത് തന്നെ ഈ തീരുമാനം മാറ്റാൻ പോകുന്നില്ലെന്ന്. അവളിങ്ങനെയാണ്, അവൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അവൾ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല. അതറിയാവുന്നതുകൊണ്ട് അവൻ പറയും, ആ ശരി മാമെന്ന്. അവിടെ നിന്ന് യൂൻവു ദേഷ്യപ്പെട്ട് ലിഫ്റ്റിലേക്ക് കയറുമ്പോഴത്തേക്കും അവിടെ ഹാങ് വരുന്നുണ്ട്. എന്നിട്ട് അവൾ ചോദിക്കുന്നു, നീ എന്തിനാ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പിണക്കത്തിലാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അപ്പോൾ യൂൻവു ആണെങ്കിൽ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്നു. യൂൻവു ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് കണ്ടിട്ട് അവൾ പറയും, ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് തന്നെ വെക്കണം, അല്ലാതെ അത് പ്രൊഫഷണലിൽ കൊണ്ടുവരരുതെന്ന്. അപ്പോൾ അവൻ പറയും, ഞാൻ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് തന്നെയാണ് വെക്കുന്നത്, അല്ലെങ്കിൽ തന്നെ നമുക്കിടയിൽ എന്ത് പേഴ്സണൽ കാര്യങ്ങളാണ് ഉള്ളതെന്ന്. ഇത് കേട്ടിട്ടാണെങ്കിൽ ഹാങ് ഒരുമാതിരി നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ഇങ്ങനെയും കൂടെ പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്, നീ വൈകുന്നേരം ഈ സ്ഥലത്തേക്ക് വരണമെന്ന്. ആ സീൻ ഇവിടെ കട്ടാക്കിയിട്ട് അടുത്ത സീനിലാണെങ്കിൽ യൂൻവു വൈകുന്നേരം അവിടുത്തെ ഒരു സ്ഥലത്ത് വരാൻ പറഞ്ഞില്ലേ, ആ സ്ഥലത്ത് പോയി ഇരിക്കുകയാണ്. പക്ഷെ അവ എത്ര വെയിറ്റ് ചെയ്തിട്ടും അവൾ അവിടെ വരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് സഹി കെട്ട് അവൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിൽ പോയിട്ട് ഡിവോഴ്സ് പേപ്പറൊക്കെ എടുത്ത് അടുക്കി പറക്കി വെക്കുകയാണ്. ഇവരെന്തിനാണ് ഡിവോഴ്സ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അപ്പോൾ ഇതിന് നമുക്ക് വരും എപ്പിസോഡിൽ കണ്ടു നോക്കാം. ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയാൻ വിട്ടുപോയതാണ്, ഞാൻ ഈ ഡ്രാമയുടെ ഓരോ എപ്പിസോഡ്സ് 2 പാർട്ട് വീതമായിട്ടായിരിക്കും ഇടുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ടത് എപ്പിസോഡ് 1ൻ്റെ പാർട്ട് 1 ആണ്. അപ്പോൾ പാർട്ട് 2 ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാമേ. ഓക്കെ, ബൈ ബൈ.